ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ വിജയലക്ഷ്മിയാണ് കാണിക്കുന്നത്. വിജയലക്ഷ്മിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ട്, ഓടി നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായം അതിനെ അനുവദിക്കുന്നില്ല. എന്ത് ചെയ്യാനാ, വയസ്സായില്ലേ. ഇപ്പോൾ ഒരു കച്ചേരി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ, ഇനി ഒരു കച്ചേരിയിലേക്ക് പോകാൻ എനിക്ക് പറ്റില്ല. എന്തായാലും അടുത്ത കച്ചേരിക്ക് നോക്കാം, പറ്റാത്തതുകൊണ്ടാന്നേ, അല്ലാതെ വേറെ ഒന്നും തോന്നരുത്. എന്നാൽ ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴാണ് മുറ്റത്ത് കാറ് കണ്ടതും വിജയലക്ഷ്മി പുറത്തേക്ക് നോക്കി. വലിയ ആളെ പോലെ രാധികാമ്മ കാറിൽ നിന്നും ഇറങ്ങുക, എന്നിട്ട് സ്ലോ മോഷനിൽ നടന്നു വരിക. ഈ സമയം ഭയങ്കര ദേഷ്യത്തോടെ രാധികയെ വെട്ടാനുള്ള കലിപ്പോടെ ഓടി ചെല്ലുകയാണ് വിജയലക്ഷ്മി. നീ എന്താടി ചെമ്പകശ്ശേരിയുടെ മുറ്റത്ത്? വിജയലക്ഷ്മി, നീ മിണ്ടാപ്പൂച്ചയാണെന്ന് എനിക്ക് മനസ്സിലായി. മിണ്ടാപ്പൂച്ച കലമുടയ്ക്കുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിലേക്ക് എന്ത് ദുരുദ്ദേശത്തോടു കൂടിയാടി നീ സത്യദാസിനെ അയച്ചു വിട്ടത്? ആരാടി സത്യദാസ്? സത്യദാസിനെ നിനക്കറിയില്ല. നിന്നെ തൊട്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടി നിന്റെ മകൻ്റെ അച്ഛനായ ഭാസ്കരനെ നിനക്കറിയില്ല. അത് കേട്ടതും ഞാൻ സത്യദാസിൻ്റെ കാര്യം പറയുമ്പോൾ നീ ഏതോ ഭാസ്കരൻ്റെ കാര്യം പറയുന്നോ? കഷ്ടം. എന്തായാലും സ്വന്തം ഭർത്താവിനെ മറക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഒരു ഭർത്താവ് എത്ര ദുഷ്ടനാണെങ്കിലും നല്ലവനാണെങ്കിലും അവനെ പിരിഞ്ഞു പോയ ആദ്യമായിട്ട് തൊടുന്ന പുരുഷനാണെങ്കിൽ ആ പുരുഷൻ ഉറപ്പായിട്ടും അവളുടെ മനസ്സിലുണ്ടാവും. എന്നാൽ നിന്റെ മനസ്സിൽ അതുപോലും ഇല്ലേ രാധികയെ എന്നും പറയാണിത് കേട്ടതും നമ്മുടെ രാധിക ഞെട്ടി. വിജയലക്ഷ്മിക്ക് അറിയാത്ത ഈ സത്യങ്ങൾ വിജയലക്ഷ്മി എങ്ങനെ അറിഞ്ഞു? പേടിയോടുകൂടെ രാധിക വിജയലക്ഷ്മിയുടെ കണ്ണുകളിലേക്ക് നോക്കി. എന്താടി നീ പേടിച്ചു പോയോ? ഞാനൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? സത്യദാസിനെ കണ്ടപ്പോൾ നീ എന്താ വിചാരിച്ചേ? നിന്റെ ഭർത്താവിനെ പ്രതികാരം ചെയ്യാനായിട്ട് ഞാൻ അങ്ങോട്ട് അയച്ചു വിട്ടതാണെന്നോ? എന്നാ അതുപോലുള്ള തറ പരിപാടികളൊന്നും ഞാൻ ചെയ്യില്ല. അതെൻ്റെ കൾച്ചറിൽ ഉള്ളതുമല്ല. എനിക്ക് നിന്നോട് പകരം ചോദിക്കണമെങ്കിൽ നേർക്ക് നേരെ തന്നെ ചോദിക്കാം. എൻ്റെ മാധവേട്ടനെ ചതിച്ച് നീ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും ഞാൻ മറന്നു എന്ന് നീ വിചാരിക്കണ്ട. എല്ലാം ഈ നെഞ്ചിനുള്ളിലുണ്ടടി, ഒരു തീയായിട്ട് കത്തിക്കൊണ്ട്. അതുകൊണ്ട് കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. വേണ്ട വിജയലക്ഷ്മി, നീ ഒറ്റൊരുത്തിയാണ് എൻ്റെ കുടുംബം തകർത്തത്. നിൻ്റെ കുടുംബം ഭാസ്കരനെ ഭർത്താവാക്കിയിട്ട് മാധവേട്ടനെയും ചതിച്ചിട്ട് നീ ചെയ്തു കൂട്ടിയതൊന്നും ഞാൻ മറക്കുമെന്ന് നീ കരുതണ്ട. വിജയലക്ഷ്മി മിണ്ടരുത്. എൻ്റെ മാധവേട്ടൻ കാട്ടിൽ കത്തി എരിഞ്ഞപ്പോൾ മാധവേട്ടൻ്റെ ചിതയിൽ ഒടുങ്ങിയത് എൻ്റെ ഈ കഴുത്തിൽ കിടന്ന താലിയും കൂടിയാ. കഴുത്തിൽ കിടന്ന താലിയോ? നീ താലി ഒരുക്കിയെങ്കിലേ അതിന് വെറും സ്വർണത്തിൻ്റെ വില മാത്രമേ പോയിട്ടുള്ളൂ. എന്നാൽ ഞാൻ എൻ്റെ മാധവേട്ടൻ്റെ ചിതയിലിട്ട് കൊടുത്തത് എന്താണെന്നറിയാമോ? എൻ്റെ ജീവിതമാണ്, എൻ്റെ ജീവനാണ്. പക്ഷേ എന്നിട്ടും നീ അങ്ങനെ ഒരു മനസാക്ഷി പോലും കാണിക്കാതെ ഇന്നും പ്രതികാരവും പകയും ആർത്തിയുമായിട്ട് ജീവിക്കുന്ന നിന്നെപ്പോലെ ഒരുത്തിയെ ഒരിക്കലും എൻ്റെ മാധവേട്ടൻ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന് അറിയാൻ പാടില്ലായിരുന്നു നിന്നെക്കുറിച്ച്. എന്നാൽ നിന്നെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ അദ്ദേഹം നിന്നെ ഉപേക്ഷിച്ചാനായിരുന്നു. പക്ഷേ തെറ്റിപ്പോയി, അദ്ദേഹത്തിന് തെറ്റിപ്പോയി. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മരണകാരണക്കാരിയും നീ തന്നെയായിരിക്കും. നീ ഒറ്റൊരുത്തിയ അദ്ദേഹത്തെ ഈ അവസ്ഥയിലാക്കിയത്. നിർത്തടി. നീ എന്താ വലിയ ഭർത്താവ് പുരാണം നടത്തുകയാണോ? ഇത്രയും സ്നേഹമുള്ള ഒരുത്തി എന്തിനാ സ്വന്തം ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് പോയത്? അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വേണ്ട രാധികെ, ഒരക്ഷരം നീ മിണ്ടരുത്. മിണ്ടിയ അതിൻ്റെ ഫലം നിനക്ക് അനുഭവിക്കേണ്ടി വരും. കാരണം എൻ്റെ ഭർത്താവിനെയും മകനെയും ഞാൻ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒരിക്കലും സത്യദാസിനെ പോലെ ഒരുത്തനെ എൻ്റെ ഭർത്താവ് ഞാൻ ആക്കിയിട്ടില്ല. എന്നിട്ടും പല കള്ളങ്ങളും പറഞ്ഞ് അവൻ അറക്കലിലേക്ക് കയറി കൂടിയിട്ടുണ്ടെങ്കിലേ അതിൽ എൻ്റെ പങ്കുമില്ല. അങ്ങനെ ഞാൻ നിന്നെ ചതിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യത്തുമില്ല. എന്തായാലും എൻ്റെ ഭർത്താവിനെ നീ തട്ടിയെടുത്തതാ. അതുകൊണ്ട് മാധവേട്ടൻ്റെ ഭാര്യ എന്നുള്ളൊരു സ്ഥാനം നിനക്ക് ഈ സമൂഹത്തിലില്ല രാധികെ. ആര് പറഞ്ഞു? ഞാൻ എൻ്റെ മാധവേട്ടൻ്റെ ഭാര്യ തന്നെയാണ്. അത് നീ മാത്രമേ പറയൂ. പക്ഷേ അത് തെളിയിക്കാൻ ഈ സമൂഹത്തിന് മുന്നിലോ കോടതിയിലോ എന്തിന് സ്വന്തം മക്കളുടെ മുന്നിലോ നിനക്ക് കഴിയില്ല. കാരണം മാധവേട്ടൻ്റെ ഭാര്യയാണ് ഞാൻ. നിയമപരമായി എന്നെ താലി കെട്ടിയത് മാധവേട്ടനാ. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ഭർത്താവിനെ ഞാൻ ഡിവോഴ്സ് ചെയ്യാതെ നീ എങ്ങനെ ഭർത്താവാക്കാൻ പറ്റും? അതൊരിക്കലും സാധിക്കില്ല രാധികയെ. അതുകൊണ്ട് വിജയലക്ഷ്മിയെ പറയുന്നത് ഞാൻ തന്നെയാണ് ഇപ്പോൾ നിയമപരമായി മാധവേട്ടൻ്റെ ഭാര്യ. അങ്ങനെയുള്ളപ്പോൾ നീ കൂടുതൽ വെല്ലുവിളിച്ചാലുണ്ടല്ലോ
ഞാൻ ആരാണെന്ന് നീ അറിയും, മനസ്സിലായല്ലോ എന്നും പറയണം. അത് കേട്ടതും നമ്മുടെ രാധികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് ഞെട്ടി നിൽക്കുക. ദേ ഈ വിജയലക്ഷ്മിയെ ചോടിപ്പിക്കല്ലേ. വിജയലക്ഷ്മിക്ക് പല കഥകളും ഉണ്ട്. ആ കഥകളെല്ലാം കുത്തിപ്പൊക്കിയ നീ വെറും തറയാണ് രാധികാമ്മേ, വെറും തറ. ഭാര്യ ജീവനോട് ഇരിക്കുമ്പോൾ ഡിവോഴ്സ് ചെയ്യാത്ത ഭാര്യ ആ ഭാര്യയിൽ നിന്നും ഭർത്താവിനെ തട്ടിയെടുക്കുന്ന ഒരുത്തിക്ക് സമൂഹം ഇട്ടിട്ട് വേറൊരു പേരിട്ടിട്ടുണ്ട്. ആ പേര് ഞാൻ നിന്നെ വിളിക്കുന്നില്ല. എൻ്റെ മര്യാദ അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നീ മര്യാദ. ഭാസ്കരനെ കുറിച്ച് അന്വേഷിച്ച് വന്നിരിക്കുന്നു. സത്യദാസ് എന്ന ഭാസ്കരൻ ആരാണെന്ന് അവൾക്ക് അറിയില്ല പോലും. സ്വന്തം ഭർത്താവിനെ മറക്കുന്ന ഒരു സ്ത്രീ ഒരിക്കലും ഒരു പെണ്ണല്ല. അതുകൊണ്ട് തന്നെ നിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി. ഇനി മേലച്ചൊടിപ്പിച്ചുകൊണ്ട് വന്നാൽ എൻ്റെ സ്വഭാവം മാറും, മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി അങ്ങ് പോവുക. ഈ സമയം രാധിക എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് കിട്ടാനുള്ളത് ഇങ്ങോട്ട് തന്നേരെ എന്നും പറഞ്ഞ് ചോദിച്ച് മേടിച്ചൊരവസ്ഥയായി. അങ്ങനെ രാധികയും നാണം കെട്ട് അവിടെ നിന്നും പോയി. വിജയലക്ഷ്മിയാണെങ്കിൽ വന്നിരിക്കുന്നു എൻ്റെ ജീവിതം തകർത്ത്, എൻ്റെ മോനെ എന്നിൽ നിന്നും അകറ്റിയിട്ട്. അതെ, ഗീതുവിനെ വെച്ച് തന്നെ ഞാൻ നിന്റെ ജീവിതം തകർക്കോടി രാധികെ. എല്ലാം നഷ്ടപ്പെട്ട് നീ എന്നെ പോലെ തെരുവിൽ നിന്ന് കരയുന്ന ഒരു ദിവസം വരും. അതാണ് ഇനി എൻ്റെ കാത്തിരിപ്പ്. അനാർക്കലിയുടെ കൂടെ ചേർന്ന് എന്നെ തകർത്ത നിന്നെ തകർക്കാൻ ഇനി അധികം നാളുകളില്ലടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രാധികയാണെങ്കിൽ കിട്ടാനുള്ളത് ചോദിച്ചു മേടിച്ചു. വെറുതെ ഇങ്ങോട്ടേക്ക് വരണ്ടായിരുന്നു. ഞാൻ കരുതിയത് വിജയലക്ഷ്മിക്ക് ഭാസ്കരേട്ടനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു. എന്തൊരു കഷ്ടമായത്. ശരിയല്ല അവൾ പറഞ്ഞത്. നിയമപരമായി ബന്ധം വേർപെടാത്ത ഭാര്യ ഭർത്താവിൻ്റെ ഇടയിലേക്ക് കയറി ചെന്ന് ഞാനല്ലേ. അവൾ പറഞ്ഞ പേര് എനിക്കല്ലേ കൊള്ളൂ. ദൈവമേ, എന്തൊരു കളിയായത്, എന്തൊരു ഇത് ഒരു അവസ്ഥയായത്. ഇങ്ങനൊരവസ്ഥ ഒരു പെണ്ണിനും ഉണ്ടാവരുത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ്. ഗീതു വീട്ടിലെത്തിയതും ഗീതു ഭയങ്കര സന്തോഷത്തോടെ ഓടിച്ചല്ലോ. അപ്പോൾ വിലാസിനി, ആഹാ മോളും ഇങ്ങ് വന്നോ? ഗോവിന്ദ് വന്നില്ലേ മോളെ? ഇല്ലമ്മേ, കണ്ണേട്ടൻ ഓഫീസിൽ പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഷിബുവേട്ടനെയും കൂട്ടി വന്നു. ഒറ്റയ്ക്ക് വരണ്ടല്ലോ എന്ന് കരുതി. അതെന്തായാലും നന്നായി. വയറ്റിലൊരു കുഞ്ഞാവയൊക്കെ ഉള്ളതുകൊണ്ടേ വല്ല ഛർദ്ദിക്കാനൊക്കെ വന്നാൽ ഒറ്റയ്ക്ക് വരുന്നത് ശരിയല്ല. അതുകൊണ്ട് ഒരാളെ കൂട്ട് വിളിക്കുന്നത് നല്ലതാ. അല്ലമ്മേ, അച്ഛൻ സ്വാമി എവിടെ എന്നും നമ്മുടെ ഗീതു ചോദിക്കുക. അകത്തുണ്ട് മോളെ. ആ, ഇന്ന് രാവിലെയാണല്ലേ വന്നത്? അതെ, ആളൊരുപാടങ്ങ് മാറിപ്പോയി മോളെ. എന്താ അമ്മ അങ്ങനെ? അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ വിനോദ് വരാം. ആ ചേച്ചി, എടാ എന്തായാലും ഞാൻ ഓഫീസിൽ പോയിട്ട് കുറച്ച് ദിവസമായി. അപ്പോഴാണ് അറിഞ്ഞത് നീ വർക്ക് ഫ്രം ഹോം ആണെന്ന്. അല്ല, ഇപ്പം നിനക്ക് തിരക്കൊന്നുമില്ലല്ലോ, വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ പോരെ. എന്നിട്ട് നീ എന്താ പ്രിയ വിളിക്കുമ്പോൾ എടുക്കാത്തത്? ജോലി തിരക്കായതുകൊണ്ടാണ് ചേച്ചി, ഭയങ്കര പണിയാണ്, അതുകൊണ്ടാണ് എടുക്കാത്തത്. സംസാരിക്കാനൊന്നും നേരമില്ലെന്നേ. അത് കേട്ടതും നമ്മുടെ ഗീതു, ശരി. അല്ല ചേച്ചി, ഗോവിന്ദേട്ടൻ എന്താ വരാഞ്ഞേ? കണ്ണേട്ടൻ ഓഫീസിലേക്ക് പോയടാ, ഇത്തിരി തിരക്കുണ്ടെന്നാണ് പറഞ്ഞത്. ആണോ? ആ സാരമില്ല. ആ ചേച്ചി ഭാഗത്തേക്ക് വാ, അച്ഛൻ സ്വാമിയെ കാണണ്ടേ? പിന്നെ എനിക്ക് കാണണം. അച്ഛൻ സ്വാമിയെ കാണാൻ തന്നെ ഞാൻ നേരിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അകത്തേക്ക് ചെല്ലുക. അപ്പോൾ ഭദ്രനാണെങ്കിൽ ഓം സ്വാഹ ഓം ഗുളുഗുളുവായ സാഹ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മന്ത്രിച്ചുകൊണ്ടിരിക്കുക. സ്വാമി രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിലാസിനിയും ഗീതുവും ഒക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണെങ്കിൽ ഭദ്രൻ, ഹാവു നീ എപ്പോൾ വന്നു മകളെ എന്നും ഗീതുവിനോട് ചോദിക്കുക. അച്ഛൻ സ്വാമിയുടെ ചോദ്യത്തിനനുസരിച്ച് ഞാൻ വന്നിട്ട് 10-25 വർഷമായി സ്വാമി. പക്ഷേ സ്വാമി അതറിഞ്ഞില്ലേ എന്നും ഗീതു ചോദിക്കുക. നമ്മെ കളിയാക്കുവാണോ ഭക്തേ? അല്ല സ്വാമി, കളിയാക്കിയതല്ല, കാര്യം പറഞ്ഞതാ എന്നും പറയണം. അപ്പോൾ നമ്മുടെ ഭദ്രന് അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം കൊടുക്കണം മോനെ വിനോദേ, ഇതെല്ലാം വീടിൻ്റെ എല്ലായിടത്തും തളിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ വിനോദ് അതും വാങ്ങിച്ചുകൊണ്ട് പോയി. ഈ സമയം എന്തായാലും എനിക്ക് സന്തോഷമായി. മോളെ, ഇനി നിനക്ക് എന്താ വേണ്ടേ എന്നും വിലാസിനെ ചോദിക്കുക. അപ്പോൾ ഗീതു ഭദ്രൻ്റെ മുഖത്തേക്ക് നോക്കി, ഭദ്രനെ നോക്കി ആലോചിച്ചു. എൻ്റെ ഗോവിന്ദേട്ടൻ്റെ അച്ഛനെ ചതിച്ചത് എൻ്റെ അച്ഛനല്ല എന്ന് ഈ സമൂഹത്തോട് ഒച്ചത്തിൽ വിളിച്ചു പറയണമെന്നുണ്ട്. പക്ഷെ അതിന് കഴിയുമെന്നറിയില്ല. കഴിയും അച്ഛാ, എൻ്റെ അച്ഛൻ നിരപരാധിയാണെന്നും എൻ്റെ അച്ഛൻ ഒരിക്കലും മാധവൻ അച്ഛനെ ചതിച്ചിട്ടില്ല എന്നും എനിക്ക് ഈ സമൂഹത്തോട് വിളിച്ചു പറയണം. അങ്ങനെ ഒരു ദിവസം വരും. എന്താ ഭക്തയ്ക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ എന്നും ഭദ്രൻ്റെ ചോദ്യം കേട്ട് ഗീതു ഭദ്രൻ്റെ കവളത്തൊരു ഉമ്മ കൊടുക്കുക. അപ്പോൾ വിലാസിനി, എന്താ മോളെ, നിനക്ക് എന്താടി പറ്റിയേ എന്നും. അപ്പോൾ ഗീതു വിലാസിനിയുടെ കവളത്ത് ഉമ്മ കൊടുത്ത് വിലാസിനിയെ കെട്ടിപ്പിടിക്കുക. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ഉമ്മ വയ്ക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണോ? സ്നേഹം തോന്നി, സന്തോഷം കൂടി, അതുകൊണ്ടാണ് തന്നത് എന്നൊക്കെ പറയുക. നന്നായി മോളെ. എന്തായാലും
ഞാനേ വീടൊക്കെ അടിച്ചു വാരി ഒതുക്കിയപ്പോൾ കുറേ സാധനങ്ങൾ കിട്ടി, വേസ്റ്റായ സാധനങ്ങൾ, അതൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ആ ചാക്ക് എടുത്തുകൊണ്ട് ഭദ്രൻ അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ വിലാസിനി അച്ഛൻ സ്വാമിയുടെ കാട്ടായങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നമ്പറാന്ന്. എന്നല്ല, സ്വന്തം തെറ്റ് മനസ്സിലാക്കി സ്വയം സന്യാസിയായ ഒരാളാണ് നിൻ്റെ അച്ഛൻ മോളെ. പാവ, അദ്ദേഹത്തിൻ്റെ ഈ മാറ്റം ആത്മാർത്ഥമാണ്. അതെന്താമ്മ അങ്ങനെ പറഞ്ഞത്? ഇന്നേ ആൽമരത്തറയിലിരുന്ന് മന്ത്രിച്ചുകൊണ്ടിരുന്ന നിൻ്റെ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ വിനോദിൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ളൊരു മദ്യം ഞാൻ കൊടുത്തു വിട്ടു. ആ മദ്യം നിൻ്റെ അച്ഛൻ മേടിച്ചത് പോലും ഇല്ല. പിന്നെ മദ്യം കാണിച്ച് വിളിച്ചതുകൊണ്ടല്ല വരുന്നത്, വെറുതെ വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വന്നത്. സത്യമാണോ? ആ സത്യം മോളെ. അപ്പോഴല്ലേ ഞാൻ വിശ്വസിച്ചത്. നിൻ്റെ അച്ഛൻ ആകെ മൊത്തം അത് ശരിയാ. അതുകൊണ്ടേ ആ മദ്യം എവിടെ? അത് നിന്റെ അച്ഛൻ സ്വാമി കൊണ്ടുപോയില്ലേ? ആ ചാക്കിനകത്തുണ്ടായിരുന്നു. ആണോ? എന്നാ എൻ്റെ അച്ഛൻ സ്വാമി അത് പുറത്തു പോയി കുടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. സത്യമാണോ മോളെ? സത്യമാണേ. അപ്പം ഭദ്രൻ, ഓഹോ, ഇത്രയും വിലപിടിപ്പുള്ള മദ്യം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്തിനു പുറത്തു പോകണം എന്നും പറഞ്ഞുകൊണ്ട് ആ മദ്യക്കുപ്പി തുറന്ന് ഇങ്ങനെ ഗുളുഗുളുഗുളൂന്ന് കുടിക്കുക. ഈ സമയം പെട്ടെന്ന് മദ്യമാണെന്നും പറഞ്ഞ് തേയില വെള്ളം തന്ന് നോമെ പറ്റിക്കുന്നോ? പറ്റിക്കുന്നവനെ ഞാൻ ശരിയാക്കും. ആ എന്നെ പറ്റിച്ചവനെ തലയിൽ ഇടുത്തി വീഴണേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭദ്രൻ മുഷ്ടി ചുരുട്ടി ഇങ്ങനെ പ്രാകുക. ഓ, ആകെ മൊത്തം മുഷ്ടി ചുരുട്ടി പ്രാകുക എന്നല്ലാതെ വേറെ എന്തു ഗുണം എന്നെ കൊണ്ടുള്ളത്? ഞാൻ പ്രാഗിയാലൊന്നും ഫലിക്കില്ലല്ലോ, കള്ളസ്വാമിയല്ലേ. എന്നാലും ഈ തേയില വെള്ളം ഇത്തിരി മധുരം ഇട്ട് തന്നിരുന്നെങ്കിലും കൂടെ കുടിക്കായിരുന്നു. ഇതിപ്പോൾ മധുരവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രൻ അത് മുഴുവനും അങ്ങോട്ട് കളയുക. പിന്നീട് കാണിക്കുന്നത് വിനോദിനെയാണ്. വിനോദ് മുറിയൊക്കെ അടച്ച് പൂട്ടിയിട്ടിട്ട് അലമാരയുടെ ഉള്ളിൽ നിന്നും, അതായത് ഒരു ഇതിൻ്റെ ഉള്ളിൽ നിന്നും കുറച്ച് മദ്യവും ചിപ്സും ഒക്കെ വെച്ചിരുന്ന് കഴിക്കുക. കുറേ കുടിച്ചു. അതിനുശേഷം ആകെ മൊത്തത്തിൽ ലെവലും കെട്ട അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് കതകിലാരോ തട്ടി. അപ്പം നമ്മുടെ ഗീതു ആയിരുന്നു അത്. വാതിൽ തുറന്നു വിനോദ്. ഗീതു അകത്തൊക്കെ വിനോദ് ആകെ പതറി. എന്താടാ നിൻ്റെ നോട്ടത്തിലൊരു പതർച്ച? ഏയ് ഒന്നുമില്ല ചേച്ചി. നീ എന്താ പ്രിയ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? അത് പിന്നെ ജോലി തിരക്കായിരുന്നു ചേച്ചി, അതുകൊണ്ടാ. ഭയങ്കര ബിസിയാ. ഓ, നിൻ്റെ നാവ് നന്നായിട്ട് കുഴയുന്നുണ്ടല്ലോടാ. എന്തു പറ്റി? നിനക്ക് സംസാരിക്കാനേ പറ്റുന്നില്ല. എന്താടാ കാര്യം എന്നും വിനോദിനോട് ഗീതു ചോദിക്കുക. അത് കേട്ടതും ഏയ് ഒന്നുമില്ല ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ചേച്ചിക്ക് തോന്നുന്നതാ. ഇല്ല, നീ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇതിനകത്ത്. മുറി അടച്ചു പൂട്ടിയിരുന്ന് എന്താടാ നിൻ്റെ ജോലി? മര്യാദയ്ക്ക് കാണിക്കടാ എന്നും പറയുക. ഇല്ല ചേച്ചി, ഒന്നുമില്ല. നിന്നെ ഞാൻ അങ്ങനെ വിശ്വസിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഷെൽഫ് മുഴുവനും തുറന്നു നോക്കുക. അങ്ങനെ ഒരു ഷെൽഫിൽ നിന്നും ഒരു മദ്യക്കുപ്പിയും ഒരു ഗ്ലാസും ചിപ്സ് പാക്കറ്റും പിന്നെ താഴത്തെ ഷെൽഫിൽ കുറേ മദ്യക്കുപ്പികൾ കാലിയായിട്ട് കിടക്കുന്നതും ഒക്കെ കാണുവാണ് ഗീതു. അത് കണ്ടത് ഗീതു വിനോദിനെ തുറച്ചു നോക്കി. എടാ, നീ വീണ്ടും കുടി തുടങ്ങിയല്ലേ? വർക്ക് ഫ്രം ഹോം ആണെന്ന് പറഞ്ഞിട്ട് നീ കുടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ? നിന്നെ വിശ്വസിച്ചൊരു പെണ്ണും നിൻ്റെ മകനും ആ വീട്ടിനകത്തുണ്ട്. അത് നീ മറന്നോ? എടാ, എന്തിനാടാ ഈ ചതി ആ പാവം പ്രിയയോട് ചെയ്യുന്നത്? നീ നന്നായി, നീ ഒരിക്കലും കുടിക്കില്ല, നീ നല്ലൊരു ഭർത്താവായി നല്ലൊരു മകനായി ജീവിക്കുന്നു എന്ന് കരുതി ആ പാവവും ഇവിടുത്തെ അമ്മയും ഒക്കെ സന്തോഷിക്കുവാടാ. പക്ഷെ നീ ഈ കാണിച്ചു കൂട്ടുന്നത് എന്താണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? നീ ഒരു ദുഷ്ടനാടാ, നീ ഒരു ചതിയനാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു വിനോദിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിക്കുക. എന്താ ഇവിടെ സംഭവിച്ചത് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ഭദ്രനും വിലാസിനും ഓടി വരിക. അമ്മേ, ഇവൻ വീട്ടിലിരുന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാട്ടായം കണ്ടോ? നോക്കമ്മേ ആ ഡോറ് തുറന്ന്. അപ്പോൾ നമ്മുടെ വിലാസിനെയും ആ ഡോറ് തുറന്ന് നോക്കിയപ്പോൾ അത് കണ്ടതും വിലാസിന് ഞെട്ടിപ്പോയി. അപ്പോൾ ഭദ്രൻ, മദ്യം ശരീരത്തെ നശിപ്പിക്കും, മദ്യം മനുഷ്യനെ നശിപ്പിക്കും, മദ്യം ഈ ലോകമേ നശിപ്പിക്കും എന്നൊക്കെ പറയാം. എടാ, മദ്യം കുടിച്ച് ലെക്ക് കെട്ട് ജീവിച്ച ഒരാളാ ഇപ്പോൾ ഈ സ്വാമിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ ഒന്നോർക്കണം, മദ്യം മനുഷ്യനെ നശിപ്പിക്കുമെന്ന് ഇദ്ദേഹം പറഞ്ഞ വാക്ക് സത്യമാടാ. നീ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ നിന്റെ അവസ്ഥ വേറെ ആയിരിക്കും. നീ എന്തിനാടാ ഇങ്ങനെ ചെയ്തത്? ഈ കുടുംബത്തെ നശിപ്പിക്കാൻ നീ വീണ്ടും തുടങ്ങിയോടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നീ ഒരു ചതിയനാടാ. നിന്റെ മോനെ പോലും കാണാനുള്ള മനസ്സ് നിനക്കില്ല. ഈ വീട്ടിൽ തന്നെ കുറ്റിയടിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് എനിക്കിപ്പം മനസ്സിലായി. ഇന്നത്തോടെ ഞാൻ എല്ലാം ശരിയാക്കി തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അതിലുള്ള കുപ്പിയും ഗ്ലാസും ഒക്കെ എടുത്തുകൊണ്ട് പോയി. എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത്? ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ശീലം ഇനി ഉണ്ടാവരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? ഇത്രയും കുടിയാനായ നിന്റെ അച്ഛൻ മാറി, നിനക്കെങ്കിലും ഒന്ന് മാറിക്കൂടേടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. അമ്മേ, ഞാനിനി കുടിക്കില്ല. എന്നാൽ നീ എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ് എന്നും പറഞ്ഞുകൊണ്ട് വിനോദിൻ്റെ കൈയെടുത്ത് വിലാസിനിയുടെ തലയിൽ വയ്ക്കുക. സത്യം ചെയ്യടാ, എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യ്, നീ കുടിക്കില്ല എന്ന്. അത് കേട്ടതും ഇല്ലമ്മേ,
അസുഖമുള്ള എൻ്റെ അമ്മയുടെ തലത്തോട്ട് സത്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല. എൻ്റെ അമ്മ മരിച്ചു പോയാലോ? അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ തലത്തോട്ട് സത്യം ചെയ്യാം. ദേ ഈ മൊട്ടത്തലേനാണേ സത്യം. ഉറപ്പായിട്ടും ഞാൻ ഇനി കുടിക്കില്ല. സത്യം സത്യം. എൻ്റെ ഭഗവതി, എൻ്റെ പഞ്ചഭൂത ഗണങ്ങളെ, എൻ്റെ തല പൊട്ടിത്തെറിക്കരുതേ. ഈ വൃത്തികെട്ടവൻ എൻ്റെ തലയത്തോട്ട് എന്തിനാണാവോ സത്യം ചെയ്തത്. ഈശ്വര, തല പൊട്ടിത്തെറിക്കാതെ കാത്തോളണേ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനിരുന്ന് പ്രാർത്ഥനയോടെ പ്രാർത്ഥന. അപ്പോൾ വിലാസിനെയാണെങ്കിൽ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക. എന്നാലും നീ ചെയ്തത് ഒരു മറക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും കഴിയാത്ത ചതിയാ. ഇതിൽ ഗോവിന്ദ് നിന്നെ തല്ലിയാലും ഇനി തടയാൻ ഞാനോ ഗീതുവോ പ്രിയയോ ഉണ്ടാകില്ല. മര്യാദയ്ക്ക് നല്ലവനായി നന്നായി ജീവിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിലേ എൻ്റെ സ്വഭാവം മാറും എന്നും പറഞ്ഞുകൊണ്ട് വിലാസിനെ ഞെട്ടലോടുകൂടെ വിനോദും. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.